ഹലോ, എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈലിലാണ്. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. സ്കിന്ന് നല്ല കളറായിട്ട് വെച്ചേക്കാന്നുള്ളത്. കളർ മീൻസ് വെളുത്ത് തുടുത്ത് ഭയങ്കര സ്പോട്ടൊന്നും ഇല്ലാതെ അങ്ങനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ട് സ്കിന്നിനെ കുറിച്ച് നമുക്ക് അത്യാവശ്യം സ്കിന്നിൽ നമുക്ക് കുറെ ഏജ് ഒക്കെ ആകുമ്പോഴും പിന്നെ നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ പ്രോബ്ലംസ് ഒക്കെ കൊണ്ട് നമുക്ക് അപ്പോഴെപ്പോഴും കുറച്ച് എന്താ പറയുന്നത് സ്കിന്നിൽ കറുത്ത പാടുകളും കുത്തുകളും ഒക്കെ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഇറ്റ്സ് കോമൺ. പക്ഷേ നമുക്ക് നമ്മുടെ സ്കിന്ന് കുറച്ച് നീറ്റായിട്ട് നല്ല ഒരു ബ്രൈറ്റ് ആയിട്ട് എവിടെയെങ്കിലും ഒക്കെ പോകാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ സ്കിന്ന് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ സ്കിന്നൊക്കെ ഒരുമാതിരി ഡള്ളായിട്ടിരിക്കുന്ന കാണുമ്പോൾ ഒരു ഭയങ്കര ഫീലിംഗ് തോന്നും. അപ്പൊ അങ്ങനൊന്നും ഇല്ലാതെ വിതൗട്ട് എനി മേക്കപ്പ്, നമ്മൾ ഒരു മേക്കപ്പും ചെയ്യാതെ ഒരു ഇതും ചെയ്യാതെ നമ്മുടെ സ്കിന്ന് നല്ല നീറ്റ് ആയിട്ടിരിക്കുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടം അല്ലേ. ചിലർക്കൊക്കെ ഭയങ്കര വിഷമമായിരിക്കും. നമുക്കൊരു സെൽഫി എടുക്കണമെങ്കിൽ തന്നെ ഒരു ഫിൽറ്ററും കാര്യങ്ങളും ഒക്കെ ഇട്ടാലേ നമുക്ക് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പൊ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു നല്ല ഒരു സെൽഫി എടുക്കാനും നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അതിനും ഒക്കെ സഹായിക്കുന്നതാണ് നല്ല ഒരു സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൂട്ടാത്തയോൺ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഒരുപാട് രീതിയിൽ ഗ്ലൂട്ടാത്തയോൺ നമ്മൾ ഇൻടേക്ക് ചെയ്യാറുണ്ട് ഇഞ്ചക്ഷൻ ആയിട്ട്. കണ്ടിട്ടില്ലേ, നമുക്ക് ഇഞ്ചെക്ട് ചെയ്ത് നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ കണ്ണിന് കറുപ്പാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്യും. സ്കിന്നിനാണെന്നുണ്ടെങ്കിൽ സ്കിന്നിന്റെ സൈഡിൽ ഇഞ്ചെക്ട് ചെയ്യും. അങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് ഗ്ലൂട്ടാത്തയോൺ അതൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് കേട്ടോ അതൊക്കെ ഇഞ്ചെക്ട് ചെയ്ത് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ്സ് ഉണ്ട്. ടാബ്ലറ്റ്സ് ആയിട്ട് കഴിക്കുന്നവരുണ്ട്. ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയിട്ടുള്ള ക്രീംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവും കാര്യങ്ങളും ഒക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്കതൊന്നും വേണ്ട. നമ്മുടെ ചാനലിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, നല്ല നാച്ചുറലായിട്ട് എങ്ങനെ നമ്മുടെ സ്കിൻ കളർ ഇംപ്രൂവ് ചെയ്യാം, നാച്ചുറലായിട്ട് എങ്ങനെ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാം, അതൊക്കെയാണല്ലോ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് വീട്ടിൽ തന്നെ ഒരു നല്ല ഗ്ലൂട്ടാത്തയോൺ ഓയിൽ നമുക്ക് ദേഹത്ത് തേച്ച് കുളിക്കാൻ. ഇതിപ്പോ നിങ്ങൾ ഒരു ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇതുപോലെ സമയമില്ല ചേച്ചി, സമയം അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്കുള്ള സമയം നമ്മൾ കണ്ടുപിടിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഗ്ലൂട്ടാത്തയോൺ ഓയിൽ ഉണ്ടാക്കുന്നത് കാണിക്കാം, നാളെ ഗ്ലൂട്ടാത്തയോൺ ക്രീം ഉണ്ടാക്കി വെക്കുന്നത് കാണിക്കാം. നമുക്ക് എവിടെയും പോയി കുറെ കാശും പൈസയും കൊടുത്ത് ഒന്നും ക്രീമും ഓയിലും ഒന്നും വാങ്ങിക്കേണ്ട. നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗ്ലൂട്ടാത്തയോൺ ഓയിലും ക്രീമും ആണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് 3 സാധനങ്ങൾ മതി ഗ്ലൂട്ടാത്തയോൺ ഓയിൽ ഉണ്ടാക്കാനായിട്ട്. ഞാനിവിടെ മൂന്ന് സാധനങ്ങൾ വെച്ച് മാത്രമാണ് ഗ്ലൂട്ടാത്തയോൺ ഓയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടെന്ന് പറയുന്നത് ബീട്രൂട്ട്. ഇത് നമ്മുടെ തന്നെ ബീട്രൂട്ട് പൗഡറാണ്. ഞാൻ ഇപ്പോൾ കടയിൽ പോയപ്പം പാക്കറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ എടുത്തോണ്ട് വന്നതാണ്. കാരണം നമ്മുടെ കയ്യിലുള്ളപ്പം പിന്നെ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാമല്ലോ. ഗ്ലൂട്ടാത്തയോൺ പൗഡർ, നമ്മുടെ ബീട്രൂട്ട് പൗഡർ. നിങ്ങളുടെ കയ്യിൽ ബീട്രൂട്ട് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ബീട്രൂട്ട്, നല്ല പച്ച ബീട്രൂട്ട് നല്ല തുരുകി എടുത്താലും മതി. പക്ഷേ ഇതിനാണ് കുറച്ചും കൂടെ നല്ലത്. തിരികെ എടുക്കുമ്പോൾ നമുക്കത് വെള്ള അംശം ഉണ്ടാവും, കറക്റ്റായിട്ട് നമുക്കത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ അറിയാവുന്നവർക്കാണെങ്കിൽ പ്രോബ്ലം ഇല്ല, അറിയാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടും വേണ്ടത് ബീട്രൂട്ട് പൗഡർ, പിന്നെ വേണ്ടത് ക്യാരറ്റിന്റെ പൗഡർ. ക്യാരറ്റിന്റെ പൗഡർ നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ, നമുക്കില്ലാത്തത് കൊണ്ട് ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് ക്യാരറ്റും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെയും ചെയ്യാം, നമുക്ക് നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ ക്രീമിൽ യൂസ് ചെയ്യുകയും ചെയ്യാം ക്യാരറ്റ്. പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ ഓറഞ്ച് പീൽ പൗഡർ. ഇത് നമ്മുടെ തന്നെ ഓറഞ്ച് പീൽ പൗഡർ ആണ്. നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് പീൽ പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല ഓറഞ്ചിന്റെ തൊലി നല്ല പോലെ തുരുകി എടുത്താൽ മതി. ബീട്രൂട്ട്, ഓറഞ്ച്, ക്യാരറ്റ്, ഇത് 3 മാത്രം മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ നിങ്ങൾക്ക് എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ ഇപ്പം മുഖക്കുരു ഒക്കെ ഭയങ്കരമായിട്ട് ഉള്ളവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു അരഗൻ എസെൻഷ്യൽ ഓയിൽ നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്യാം. ഒരു 2-3 ഡ്രോപ്സ് മാത്രം ആഡ് ചെയ്താൽ മതി, ഒരുപാടൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ഗ്ലൂട്ടാത്തയോൺ ഓയിൽ എനിക്കും മോക്കും തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓയിൽ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഇറ്റ്സ് ഒരു ബിഗ് ജോബ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് മാത്രം, ഞാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ മതി. എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഞാൻ ഗ്ലൂട്ടാത്തയോൺ ഓയിൽ ഉണ്ടാക്കി തരുന്നതായിരിക്കും. ക്രീം ഉണ്ടാക്കുന്നത് നാളെ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഗ്ലൂട്ടാത്തയോൺ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ കുളിക്കണം എന്നുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ പരിപാടി എന്താണ്, നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് തുരുവിയെടുക്കാം. ഞാനിപ്പം ഇതിലാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൾഡ് പ്രസ്ഡ് ഓയിൽ, എക്സ്ട്രാ വിർജിൻ കോൾഡ് പ്രസ്ഡ് അല്ല, എക്സ്ട്രാ വിർജിൻ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. ഞാനിപ്പോൾ കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളേ, ഒരു 1/4 ലിറ്റർ ആണെന്ന് തോന്നുന്നു. ഞാനിത് കുറച്ച് ഞാനിങ്ങനെ മസാജിങ് ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണേ.
അപ്പം നമുക്ക് കുറച്ച് എക്സ്ട്രാ വിർജിൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഓയിലിന് ആവശ്യമുള്ള അളവിൽ മാത്രമേ ഞാനിപ്പോൾ ഗ്ലൂട്ടാത്തയോൺ ഓയിൽ ഉണ്ടാക്കുന്നുള്ളൂ. ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ അപ്പോഴപ്പോഴും ഞാൻ ഉണ്ടാക്കി തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്ലൂട്ടാത്തയോൺ ഓയിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു 1 വീക്കെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഓർഡർ ചെയ്ത് ഒരു 1 വീക്കിലേ എനിക്ക് അയക്കാൻ പറ്റുള്ളൂ. കാരണം വാങ്ങിച്ച് തുരുകി അതിനൊരു പ്രോസസ്സ് ഉണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് പിന്നെ അത് ഞാൻ ഒരു 2-3 ഡേയ്സ് എൻ്റെ അടുത്ത് കീപ്പ് ചെയ്തിട്ട് ശേഷം മാത്രമേ ഞാൻ അയച്ചു തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ 1 വീക്ക് ബിഫോർ എങ്കിലും ഓർഡർ ചെയ്യണം. നിങ്ങൾ ഓർഡർ ചെയ്ത് 1 വീക്ക് കഴിഞ്ഞിട്ട് എനിക്ക് അയച്ചു തരാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ കോൾഡ് പ്രസ്ഡ് ഓയിലാണ് ഞാൻ. ഇത് പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ. ഇത് പ്രത്യേകിച്ച് മുഖക്കുരുവും കാര്യങ്ങളും ഒന്നും വരത്തില്ല. ഒത്തിരി തിക്നെസ്സും ഉണ്ടാകത്തില്ല. നമ്മൾ വെളിച്ചെണ്ണ നമ്മൾ ദേഹത്ത് അപ്ലൈ ചെയ്താലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡള്ളായി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ കോൾഡ് പ്രസ്ഡ് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇത് നമുക്ക് ഇവിടെ തന്നെ മില്ലുണ്ട് കേട്ടോ, ആട്ടുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമുക്ക് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി തരും. അതാണ് നമ്മൾ ഈ ചെന്നൈയിലൊക്കെ താമസിക്കുമ്പോൾ ഉള്ള ഒരു നല്ല ഗുണം എന്ന് പറയുന്നത്. വേറെ ബാംഗ്ലൂർ അങ്ങനെ കിട്ടുന്നില്ല. പക്ഷെ ചെന്നൈ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാനുള്ളൊരു സാധനം ഈ സ്ഥലത്ത്. ഞാൻ പ്രത്യേകിച്ച് ഹെർബലിന്റെ ആളാണല്ലോ. എനിക്ക് ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ സ്ഥലവും ഭയങ്കര ഇഷ്ടം. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ നമ്മുടെ കയ്യിലൊക്കെ ചുളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഓയിൽ യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ വളരെ സംസാരിച്ച് പോകുന്നില്ല. ഞാൻ ഫസ്റ്റ് ഞാൻ ക്യാരറ്റ് ഒന്ന് തിരികെ എടുത്തിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ഓയിൽ ചൂടാക്കി സംഭവം ഉണ്ടാക്കാം. ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നല്ല വെയിറ്റ് ഉള്ള ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ. ഇത് ഞാൻ എന്തോ ഒരു അങ്ങനെ കുറേ കമ്പനീസ് ഫേസ്ബുക്കിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ കുറേ ഇരുമ്പ് ചട്ടികളൊക്കെ. അങ്ങനത്തെ നല്ല അടികട്ടിയുള്ള നല്ല വെയിറ്റുള്ള ഒരു ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ. അതിനകത്താണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം നല്ല തീ ചൂടാക്കിയിട്ട് ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇപ്പം അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 ലിറ്ററിൻ്റെ കുറച്ച് കുറവുണ്ട്. 1/4 ലിറ്ററിന് അത് കുഴപ്പമില്ല. ഞാനിത് ഫുള്ളായിട്ടും ഈ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കിത് ചൂടാക്കി എടുക്കുമ്പോൾ ഒരു 100 ml 150 ml ഒക്കെ വരുള്ളൂ. എപ്പോഴും നമ്മൾ ഓയിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിൻ്റെ പാതി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഞാനിപ്പോൾ ഒരു 1/4 ലിറ്റർ നല്ലപോലെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ക്യാരറ്റ് തുരുകി വെച്ചിട്ടുണ്ട് കണ്ടോ. ഈ ക്യാരറ്റാണ് ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോകുന്നത്. കാരണം പൊടികൾ നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി. ക്യാരറ്റ് നമുക്ക് വെന്തതല്ലല്ലോ, പച്ച ക്യാരറ്റ് അല്ലേ. അതുകൊണ്ട് തന്നെ ക്യാരറ്റ് നമുക്ക് ആദ്യം ഇട്ട് കൊടുത്ത് ക്യാരറ്റിലെ വെള്ളമൊക്കെ ഒന്ന് മാറി അതിനകത്തേക്ക് അതിൻ്റെ ജ്യൂസ് നല്ലപോലെ ഇറങ്ങി നമ്മൾ ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കുന്ന പ്രോസസ്സ് കേട്ടോ. അതുപോലെ നല്ലപോലെ അതിലേക്ക് ക്യാരറ്റിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങണം. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇത് വേഗുന്നതിനൊരു പരുവമുണ്ട്. അതിൽ കൂടുതലൊക്കെ വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനകത്ത് ഒരു റിസൾട്ടും കിട്ടത്തില്ല. അതിനകത്ത് വെള്ളം ഇറങ്ങുന്നത് വരെ, അതായത് ഒത്തിരി അങ്ങ് കറുപുറു മണ്ണ് പോലെ ആയി പോകരുത്. ക്യാരറ്റ് ജസ്റ്റ് നല്ല പോലെ ഒന്ന് ജ്യൂസ് പോലെ നല്ല പരുവം എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. നല്ല ഒരു ജ്യൂസി ടെക്സ്ചർ ആവണം. ആ വെള്ളം നല്ലപോലെ ഇറങ്ങി നല്ല ഒരു ജ്യൂസി ടെക്സ്ചർ ആകുന്നത് വരെ ഇതൊന്ന് ചൂടാവണം കേട്ടോ. ആദ്യം ഒന്ന് ക്യാരറ്റ് കണ്ടോ വെന്തപ്പോൾ ഇങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. അതിനു മുമ്പേ കണ്ടോ നല്ല ഒരു ക്യാരറ്റിൻ്റെ കളർ വന്നത്. നല്ല ഗുണമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇരുമ്പ് ചട്ടി ആയിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ, നമ്മുടെ സ്കിന്നിനും ഒക്കെ നല്ലത്. നല്ല ഇരുമ്പ് ചട്ടി യൂസ് ചെയ്യണം. അല്ലാതെ ഈ തുരുമ്പൊക്കെ ഉള്ള അടിയിൽ കറയുള്ള അങ്ങനത്തെ ഇരുമ്പ് ചട്ടി ഒന്നും യൂസ് ചെയ്യരുത്. ഇങ്ങനെയുള്ളതൊക്കെ ഇരുമ്പ് ചട്ടികളെന്ന് പറയുന്നത് നമ്മൾ മയക്കേണ്ട കാര്യം പോലുമില്ല. നല്ല സൂപ്പർ ഇരുമ്പ് ചട്ടിയാണേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്തുള്ള വെള്ളം ഇട്ടപ്പോൾ തന്നെ കളറൊക്കെ മാറി ക്യാരറ്റിന് വേറൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡായി. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാവണം. തീ കുറച്ച് വെച്ച് കൊടുക്കണം. ഇരുമ്പ് ചട്ടിയും കൂടെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടാവും. ഇത് നമ്മൾ ഇട്ടിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പോകാൻ പാടില്ല. അവിടെ നമ്മൾ വെച്ചിട്ട് അതിൻ്റെ കൂടെ നിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. നല്ലപോലെ ഒന്ന് ഇതാവട്ടെ. നല്ല ആ ഒരു പച്ച മണം ഒരുപാട് അങ്ങ് വാടിക്കരിഞ്ഞ് അങ്ങനൊന്നും പോകരുത്. ഞാനൊരു 7 മിനിറ്റ്സ് പറയാം നിങ്ങളുടെ അടുത്ത്. ഒരു ഏകദേശ സമയം പറയുകയാണേ. ഒരു 7 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നല്ല അതിനകത്തേക്ക് നല്ലപോലെ നമ്മൾ പൊടി ഇടാനുള്ള സമയം ആയിട്ടുണ്ടാവും. ഇനി ആ ചെറിയ തീയിൽ നല്ലപോലെ അതൊന്ന് ചൂടാകും. ഇപ്പോൾ നമുക്കൊരു 5 to 6 മിനിറ്റ്സ് 7 മിനിറ്റ്സിൻ്റെ അടുത്ത് ആയിട്ടുണ്ട്. ഇപ്പം കണ്ടോ ആ ചുരുങ്ങിയ കണ്ടോ നമ്മുടെ ക്യാരറ്റ് നല്ലപോലെ ചുരുങ്ങി അതിൻ്റെ സത്ത് ഇതിലേക്ക് പൂർണ്ണമായിട്ടും ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള പൊടികൾ ആഡ് ചെയ്യണം. ഇപ്പം നമുക്കൊരു 1/4 ലിറ്റർ എണ്ണയല്ലേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ബീട്രൂട്ട് പൗഡറും ഓറഞ്ച് പൗഡറും ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു ടീസ്പൂൺ ഇപ്പം ഞാനിടാൻ പോകുന്നത് ടേബിൾ സ്പൂണാണ്. ഒരു സ്പൂണ് ഞാനതൊരു സ്പൂണിൽ ബോട്ടിലേക്ക് മാറ്റി കേട്ടോ ബീട്രൂട്ട് പൗഡർ. ഇപ്പോൾ 2 ടീസ്പൂൺ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പൗഡർ കൊടുക്കുക. തീ വളരെ കുറച്ചിരിക്കണം. നമ്മളിപ്പോൾ തീ ഓഫ് ചെയ്യും, കാരണം പൊടി കരിയും. അതുകൊണ്ട് തന്നെ തീ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അതിലേക്ക് ഒരു
ടീസ്പൂൺ ഓറഞ്ച് പൗഡർ ഇട്ട് കൊടുക്കാം. ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. ഇനി ആ ചൂടിൽ, ഇരുമ്പിൻ്റെ ചട്ടിയുടെ ചൂടിൽ മാത്രം ഇരുന്നാണ് ഈ പൊടിയിലുള്ളതെല്ലാം ഇതിലേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷം നമ്മൾ അരിച്ചെടുക്കും. ഓക്കെ, ഇതിലേക്ക് നല്ലപോലെ ആ ഒരു പൊടി നല്ലപോലെ മിക്സ് ആവട്ടെ. നിങ്ങൾ ഇരുമ്പ് ചട്ടിയിലല്ല, നമ്മുടെ കട്ടിയുള്ള വേറെ എന്തെങ്കിലും പാത്രത്തിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എണ്ണ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ്സ് കൂടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒരു 2 മിനിറ്റ്സ് ഇളം ചൂടിൽ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം നിങ്ങളത് ചൂടാറിയതിന് ശേഷം അരിച്ചെടുക്കാൻ. ഇനി നമുക്കിത് അടച്ചു വെക്കരുത്. അടച്ചു വെച്ച് അതിലേക്ക് ഈർപ്പം ഇറങ്ങി എണ്ണ കേടായി പോകും. അതുകൊണ്ട് അടച്ചു വെക്കരുത്. നല്ലപോലെ ഒന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം ഞാൻ ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് നിങ്ങളെ കാണിക്കാമേ. അങ്ങനെ നമ്മുടെ ഓയിൽ റെഡി. ഗ്ലൂട്ടാത്തയോൺ ഓയിൽ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ, ഒത്തിരി തണുത്തിട്ടില്ല. ഞാൻ കുറച്ചു നേരം സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇത് പിന്നെ നമ്മൾ ക്യാരറ്റ് മാത്രമേ ഫ്രഷ് ആയിട്ട് എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ നമ്മൾ പ്യുവർ പൊടിയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേടായി പോകത്തൊന്നുമില്ല, നല്ല നീറ്റ് ആയിട്ടിരിക്കും കേട്ടോ. നിങ്ങളിത് എടുത്ത് നല്ല പോലെ സ്കിന്നിലെല്ലാം നല്ല ഭംഗിയായിട്ട് തേച്ച് പിടിപ്പിക്കണം. നമ്മുടെ കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ തല തൊട്ട് ഞാനിപ്പോൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാമേ. നമ്മുടെ മുഖത്തൊക്കെ നമ്മൾ മസാജ് ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് സൂപ്പറാണ്. നിങ്ങൾ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. പ്രത്യേകിച്ചും നിങ്ങളുടെ കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പുകളും കാര്യങ്ങളും ഒക്കെ മാറി കൃത്യമായിട്ട് മസാജ് ചെയ്യും. നമ്മുടെ ഇത് കോൾഡ് പ്രസ്ഡ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ വിർജിൻ കോക്കനട്ട് ഓയിൽ ആയാൽ നമുക്ക് അങ്ങനെ കുരുക്കളും കാര്യങ്ങളും ഒന്നും വരത്തില്ല. ഒന്ന് നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങനെ ഫേസിലേക്ക് ഇട്ടേക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇതുണ്ടല്ലോ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിക്കളയണം കേട്ടോ. നിങ്ങൾ ഇനി ഫേസ് ഫുള്ളായിട്ടും ബോഡി ഫുള്ളായിട്ടും അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബോഡിയിലൊക്കെ ഫുള്ളായിട്ടും അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ബാത്ത് പൗഡർ ഉപയോഗിച്ച് കുളിക്കണം. നമ്മുടെ ബാത്ത് പൗഡർ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ച് എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ. നിങ്ങൾ ഉപയോഗിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. കറക്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ റിസൾട്ട് കിട്ടി. ഈ പറയുന്ന ഞാൻ ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെയാണ്. ഞാൻ ഈ 24 hours ഓടി നടക്കുന്ന കാരണം സമയം കിട്ടുമ്പോൾ ഞാൻ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ടക്കനെ എടുക്കും. ഞാൻ അന്ന് ഇപ്പം നാളെ ഞാൻ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് നൈറ്റ് ഡയറിയിൽ ഫുൾ എഴുതി വെക്കും, നാളെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ചെയ്യും. ഒരു 2 മണിക്കൂർ എടുത്ത് നല്ല പോലെ ദേഹത്തൊക്കെ എണ്ണ തേച്ച് പിടിപ്പിച്ച് നമ്മുടെ ബാത്ത് പൗഡറൊക്കെ ഇട്ട് കുളിക്കും. അത് ഞാൻ മസ്റ്റായിട്ട് എപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസം ഉറപ്പായിട്ട് ചെയ്യും കേട്ടോ. എന്നിട്ട് ഇത് നല്ല പോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മസാജിങ് ഒക്കെ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ ഒന്ന് മസാജിങ് ഒക്കെ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫേസ് നല്ല സാഗ് ആകാതിരിക്കാനും. പിന്നെ നമുക്ക് നല്ല കൊളാജൻ ബൂസ്റ്റിംഗ് മസാജ് ഒക്കെ ഫേസ് മസാജ് ഗ്രൂപ്പിലുള്ളവരെയൊക്കെ പഠിപ്പിച്ചിട്ടില്ലേ, നമ്മുടെ നക്ടൽസ് ഉപയോഗിച്ച് എങ്ങനെ മസാജ് ചെയ്യണം എന്ന്. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫേസിൽ നല്ല പോലെ മസാജ് ചെയ്യുക. കണ്ണിൻ്റെ അടിയിലും ഒക്കെ മസാജ് ചെയ്ത് പിടിപ്പിക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഫേസ് വാഷ് ഉപയോഗിച്ച് നല്ല പോലെ വാഷ് ചെയ്ത് കളയാം. നമ്മുടെ സ്കിന്നും ഒക്കെ നല്ല ഗ്ലോ ആയിട്ട് നീറ്റ് ആയിട്ടിരിക്കും. ഒരിക്കലും കെമിക്കലിന്റെ പുറവെയൊക്കെ പോവാതെ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്നെ ഒരു 1 വീക്ക് മുമ്പെങ്കിലും ഇൻഫോം ചെയ്താലേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം, എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നാളെ ഞാൻ ഇതിന്റെ ഇട്ടിട്ട് കിടക്കാൻ പറ്റിയ ഒരു ക്രീമും കൂടെ കാണിച്ചു തരാം. രാത്രി ഉണ്ടാക്കാം, രാവിലെ ഉണ്ടാക്കാം. ഈ ക്യാരറ്റ് പേസ്റ്റൊക്കെ തന്നെയാണ്. ഞങ്ങൾക്ക് അതും കൂടെ കാണിച്ചു തരാം. നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.